ഇന്ന് ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ കേട്ടോ, ഫാമിലിയായിട്ട്. സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങളൊരു വർഷത്തിൻ്റെ അപ്പുറമായി ഞങ്ങൾ പ്ലാൻ ഇടുന്നു. അന്നൊക്കെ പ്ലാൻ മാത്രം നടന്നപ്പോഴേ പിന്നെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ലേ. അങ്ങനെയിപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. എല്ലാ സാഹചര്യങ്ങളും ഒത്ത് വന്നിട്ട് ഞങ്ങൾ ഊട്ടിക്ക് പോകും. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. പിന്നെ പുറത്ത് നല്ല വെളിച്ചൊന്നും ഇല്ലല്ലോ, ഇരുട്ടും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി കയറി കിടന്നുറങ്ങി. അങ്ങനെ എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഒരു സുബഹി നേരമൊക്കെ ആയപ്പോൾ നിസ്കരിക്കാനും അപ്പം അങ്ങനത്തെ ഇതിനൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഏതാണ്ടൊക്കെ എത്താനായപ്പോൾ ഒരു 8 മണി 8:30 ടൈമായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 3:30 4 മണി ആ ടൈമിലാണ്. അപ്പോൾ ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിക്കണ്. ഉച്ചക്കുള്ള ഫുഡും ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും പോയി. പിന്നെ ഞങ്ങൾ ആ മരം ഉണ്ടല്ലോ, കുപ്പായൊക്കെ ഇല്ലാത്ത മരം, അവിടെ പോയി. അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയത് നേരെ ടീ ഫാക്ടറിക്കാണ് പോകുന്നത്. അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങിയത്, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളൂ. അങ്ങനെ ടീ ഫാക്ടറിയിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ചായ എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്രാവശ്യത്തെ ചായ അത്ര രസം തോന്നിയില്ല. പിന്നെ മുന്നേ പോയത് നല്ല ടേസ്റ്റുള്ളൊരു ചായ ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ കിട്ടി. അതൊക്കെ തിന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല ചൂടാണ് ഊട്ടിയിൽ. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മിനി മോളിൽ കയറി. അവിടെയാണെങ്കിൽ നല്ല സാധനങ്ങൾ, പക്ഷെ പെരും വില, നല്ല റേറ്റുണ്ട് ഓരോ സാധനത്തിനും. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അതൊക്കെ കണ്ട് ഞങ്ങൾ കമ്മലൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ നല്ല വിലയായിട്ട് ഞങ്ങൾ വാങ്ങിയില്ല. ഒക്കെ കണ്ടു പോന്നിട്ടുള്ളൂ. കണ്ടാൽ നമുക്കെല്ലാം കൊണ്ടുവരാനൊക്കെ തോന്നും, പക്ഷെ നമ്മുടെ നാട്ടിനേക്കാട്ടി നല്ല വില, നമ്മൾ വാങ്ങാതെ പോകും. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ തിന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ബിരിയാണി ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കർണാടക ഗാർഡല്ലേ, അതിലേക്കാണ് പോയത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട. അങ്ങനെ ഐസ്ക്രീം തിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ചൂട്. ഫുഡ് കഴിക്കാനൊരു പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല കേട്ടോ, നമ്മളെല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്ത് തിന്നണം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കർണാടക ഗാർഡനിലേക്ക് വന്നത് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളെ വരവിൽ ഇതിൻ്റെ പണി തീർന്നില്ല. പ്രാവശ്യം എല്ലാം പണി തീർന്ന് സെറ്റാക്കി, നല്ല അടിപൊളി സ്ഥലമാക്കി. നമ്മൾ കണ്ടാലൊന്നും പൂതി തീരില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയാക്കിയ സ്ഥലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എനിക്ക്. പിന്നെ ഞങ്ങൾ അവിടെ ആകെ നടന്ന് ചുറ്റി കറങ്ങി കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ചെടീൻ്റെ കൊമ്പൊക്കെ കൊണ്ടുപോകാൻ തോന്നും, പക്ഷെ നമുക്ക് പറിച്ചാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടുത്തെ ചെടി നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ വെറുതെ കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. ചെടികളോടും പൂവുകളോടൊക്കെ ക്രേസുള്ള ആളുകൾക്ക് ഇവിടെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ചെടിയൊക്കെ നല്ല മറ്റൊരു ഡ്രസ്സാണ് വെച്ചതൊക്കെ കാണാൻ, നമുക്ക് കഴിയില്ല അങ്ങനെ വെക്കാൻ. പിന്നെ മക്കളൊക്കെ ഉരുണ്ട് മറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. ഓർക്ക് നല്ല പറ്റിയൊരു സ്ഥലമായതുകൊണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ പോകുന്ന ഡ്രൈവറും നല്ലൊരാളാണ്, നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാ ഫോട്ടോ ഡ്രൈവറിനും തരുന്നത്. എന്നിട്ട് നമുക്ക് സപ്പോർട്ടൊക്കെ ഉള്ളൊരു ഡ്രൈവർ. കുറേ ആളുണ്ട് കേട്ടോ, വലിയ തിരക്കില്ലെങ്കിലും നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ടൈം തന്നെ. പൂക്കളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് കാണാൻ നല്ല രസം. ഇവിടുത്തെ വെയിലിന് എടുത്ത് പറയാണ്ട് കേട്ടോ, അത്രക്കും നല്ല ചൂട്. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് അവിടെ ഒരു തൂക്കുപാലുണ്ട്, അതിനെ കൂടെ കയറി. തൂക്കുപാലത്തിൽ കയറി പേടിയായി, ഞങ്ങൾക്ക് തലൊക്കെ കറങ്ങി താഴ്ത്തി നോക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തിരിക്കാൻ നേരം വിഷുവിനെ കാണാതായി. അങ്ങനെ കുറച്ചെല്ലാം ടെൻഷനായി. പിന്നെ അവനെ കിട്ടി, ഞങ്ങൾ അവിടുന്ന് പോകുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടാണ് ഒരു കുന്ന്. അങ്ങനെ ആ കുന്നമ്മക്കാണ് പിന്നെ പോകാൻ നിൽക്കുന്നത്. ആ കുന്നുമ്മൽ നിൽക്കുമ്പോൾ ഒരു മരുവിൻ്റെ ടൈമാണ്. അപ്പോൾ നല്ല തണുപ്പാട്ടോടെ ഞങ്ങൾ കോട്ട കഴിച്ചിന് പോയില്ല, പക്ഷേ കോട്ടുന്ന വേണ്ടി വന്നില്ല. ഈ കുന്നുമ്മലെത്തി അതിന് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കോട്ടിൻ്റെ ആവശ്യം, അത്രക്കും തണുപ്പ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇരുത്താവളൊക്കെ ആ ഒരു കുന്നുമ്മലൊക്കെ നിന്ന് അട്ടൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോകുന്നു. ഇത് ഞാൻ കുറേ സ്ഥലങ്ങളൊന്നും ഉൾപ്പെടുത്താതെ കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാൻ നിന്ന്.
അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി, ചായയും ബിസ്ക്കറ്റൊക്കെ തിന്ന്. അങ്ങനെ പിന്നെ ലാസ്റ്റ് പോയത് ഇതിമെന്ന് ഇറങ്ങി ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ തയ്യാറായി നിന്നിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി. തിരിച്ചു പോരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിക്കാവുള്ളൂ. ആ ഒരവസ്ഥയിലായി. പിന്നെ എല്ലാവരും അവിടെ സുഖമായിട്ട് ഉറങ്ങി. കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് ചാടി കളിച്ച് നല്ലോണം ഉറങ്ങി. അപ്പോൾ ഇത്രക്കുള്ള വീട്. ഇനി പുതിയ വീടായിട്ട് വരാം. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ.